ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ പൊടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. ചെമ്മീൻ പൊടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ ആദ്യം ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകുക. അതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും, കല്ലൊക്കെ ഉണ്ടാവും ചിലതിൽ. ഇത് കുറച്ച് നല്ലതാണ് കേട്ടോ, അത്ര പൊടിയൊന്നും ഉണ്ടായിട്ടില്ല. അത് നന്നായിട്ട് കഴുകണം. ഒരു 3-4 പ്രാവശ്യങ്ങൾ നല്ലോണം പച്ചവെള്ളത്തിൽ നല്ല വൃത്തിയാക്കി കഴുകുക. എന്നിട്ട് കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ. എന്നിട്ട് അത് ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കഴുകി വെച്ച ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്കുക. അതിലെ വെള്ളമൊക്കെ പോവണം കേട്ടോ. അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വറക്കുക. പിന്നെ ഫ്ലെയിം കുറച്ചിടണമെന്നില്ല, ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വറക്കുക. അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി ഇതായിരുന്നു വരുന്നേ ഒന്ന് ആക്കുക. എന്നിട്ട് അത് ഓഫാക്കി വെക്കുക. ആ ചീഞ്ചട്ടി തന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെ തന്നെ വെക്കലാണ്, എന്നിട്ട് ആ ചൂടിലൊന്നും കൂടി ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പച്ചമുളകും ഉള്ളിയും ആദ്യം അടിക്കുക. ഉണക്കമുളക് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഉണക്കമുളക് കിട്ടിയില്ല, അപ്പോൾ ഞാൻ പച്ചമുളക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 5-6 എണ്ണൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് എടുക്കുക. എല്ലാവർക്കും വേണ്ട ഉപ്പ് എങ്ങനെയാ വെച്ചാൽ അത് അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് അതെടുക്കുക. പിന്നെ അത് ആദ്യം ഒന്ന് അരയ്ക്കുക. ഞാൻ മിക്സിയിലാണ് അടിക്കുന്നത്. അമ്മിക്കല്ലിൽ അരച്ചാൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മിക്സിയിലാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് അരച്ചതിന് ശേഷം ചെമ്മീനും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിക്കുക. അത്ര അങ്ങോട്ട് അരയണ്ട, ചെമ്മീൻ ചമ്മന്തി അല്ലേ, അപ്പം പിന്നെ അത്ര അരയേണ്ട ആവശ്യമില്ല. എന്നാലും സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടി ആദ്യം അരച്ചതൊക്കെ ഒന്നും കൂടി ആക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ അടിക്കുക കേട്ടോ. അതിന് ശേഷം നല്ലോണം ഒന്നും കൂടി അരയ്ക്കുക. നല്ലോണം അരയേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ചമ്മന്തി ആയതുകൊണ്ടാണ്. പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി തുറന്നിട്ട് അതിൻ്റെ അരികിലൊക്കെ അരയാണ്ട് പോയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്ത് കൊടുക്കുക. അത്ര മതി ചമ്മന്തിക്ക് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ചമ്മന്തി ആകുമ്പോൾ അത്ര അരയണ്ടല്ലോ. അപ്പോൾ ഒന്ന് അരഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കാം. അപ്പോൾ അത് അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം അത്ര നന്നായിട്ടും അല്ല, എന്നാലും അരയാണ്ട് നിന്നിട്ടുമില്ല, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് മാറ്റുകയാണ് കേട്ടോ ചാറിന്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ റെസിപ്പി.